ഒരു 3 മിനിറ്റിൽ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഷിപ്പായി മാറും. ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വൃദ്ധരായ സ്ത്രീകളെ ശല്യം ചെയ്തതായിട്ട് ഈ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? മിക്കവാറും കേരളത്തിലെ കാര്യങ്ങളെ എനിക്കറിയാവൂ, മറ്റ് സ്റ്റേറ്റിൻ്റെ അറിഞ്ഞുകൂടാ. കേരളത്തിലെ ചാരിറ്റബിൾ സൊസൈറ്റികൾ നല്ലൊരു ശതമാനം, 50% മുകളിലോട്ട്, എൻ്റെ കണക്കൂട്ടൽ 90% ഞാൻ എബോവ് 50 പറയാം. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്ററസി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് തനിക്ക് സ്വാധീനമുള്ള, തൻ്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന, തനിക്ക് കീഴ്പ്പെടുന്ന, തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള 6-7 പേരെ ചേർത്താണ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത്. ആ ചെയ്യുന്ന ആൾ സ്വയം സെക്രട്ടറി ആകുന്നു, സ്വയം പ്രസിഡൻ്റ് ആകുന്നു, സ്വയം അത് അവരെ തിരഞ്ഞെടുക്കും ഏതാണ് വേണ്ടത്, സ്വയം ഡയറക്ടറാകുന്നു. എന്നിട്ട് നിയമാനുസരണം രജിസ്റ്റർ ചെയ്ത് ധാരാളം സഹായങ്ങൾ വാങ്ങുന്നു. അതിൻ്റെ കീഴിൽ നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ വൃദ്ധസദനങ്ങൾ അങ്ങനെ തുടങ്ങി ബൈലയിൽ പറയുന്ന അനുസരിച്ച് നടത്താം. പക്ഷേ അതിൻ്റെ സബ് രജിസ്ട്രേഷൻ എടുക്കണം. അതായത് വൃദ്ധസദനം നടത്തുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബോർഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ എടുക്കുക. ഒരു സ്കൂളാണ് നടത്തണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുവാദം കൂടി വാങ്ങേണ്ടതുണ്ട്. അതേപോലെ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്റ്റിൽ അല്ലെങ്കിൽ ബൈലയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബൈല അനുസരിച്ച് എല്ലാം ചെയ്യാം, പക്ഷേ അതിൻ്റെ സെക്ഷനിലുള്ള പെർമിഷൻ കൂടി വാങ്ങണം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് അതൊരു വ്യക്തി അവർക്ക് കൈയടങ്ങുന്ന ആൾക്കാരെ വെച്ച്, കയ്യിലൊതുങ്ങുന്ന ആൾക്കാരെ വെച്ച് ചെയ്തിരിക്കുന്നതാകാം. അതാണ് അവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായത്. മിക്ക സംഘടനകളിലും ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു രൂപീകരണമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്തെന്ന് വെച്ചാൽ, ഫണ്ടുകൾ കിട്ടിയാലെല്ലാം അവർ സ്വന്തമായി കൈകാര്യം ചെയ്യും. അതിനകത്തൊരു പഞ്ചായത്ത് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റാഫ്, ധാരാളം സ്റ്റാഫുകൾ ജോലിയില്ലാതിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ കേരളത്തിലുണ്ട്. കൃഷിഭവൻ എടുക്കുക, അങ്ങനെ പലതും. ഞാൻ ഈ അടുത്ത കാലത്ത് കൃഷിഭവനിൽ PM കിസാൻ്റെ ഒന്ന് അന്വേഷിക്കാൻ ചെന്നു. അപ്പോൾ അവിടെ ഒരാളുമില്ല, സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. 1-2-3 സ്റ്റാഫുകളുണ്ട്. അപ്പോൾ എന്നോട് പറയുകയാണ്, ഞാൻ ചെന്നത് 11:30-12 മണിയായി. 2 മണിക്ക് ശേഷം വരാൻ ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ഇത് ഓക്കെയാണോ, റിസൾട്ട് ഞാൻ സെൽഫായി ട്രൈ ചെയ്തിട്ടുണ്ട്, എൻ്റെ പുതിയ ID എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ 2:30 വരാൻ പറഞ്ഞു. ഞാൻ 4 കിലോമീറ്റർ യാത്ര ചെയ്ത് ആട്ടോ പിടിച്ചാണ് ഞാനവിടെ പോയത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു. അവിടെ ആരുമില്ല, അതായത് ബെനിഫിഷ്യറീസ് ആരുമില്ല, ആവശ്യക്കാർ ആരുമില്ല, ഞാൻ മാത്രമേ ഒന്നുള്ളൂ. അവർക്ക് അതിന് പോലും അവർക്ക് സമയമില്ല. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ അതേപോലെയുള്ളവരെ ഇതിൽപ്പെടുത്താം, സംഘടനയുടെ കമ്മിറ്റിയിൽപ്പെടുത്താം. അപ്പോൾ അഴിമതി നടത്താതിരിക്കാൻ സഹായമാകും. ഇത് അവർക്ക് തോന്നിയ പോലെ സെക്രട്ടറി ആകുന്നു, പ്രസിഡൻ്റ് ആകുന്നു, അവർ ഫണ്ടുകൾ വരുത്തുന്നു, ഇഷ്ടംപോലെ വസ്തുക്കളും ഭൂമികളും വാങ്ങിക്കൂട്ടുന്നു, പല സ്ഥാപനങ്ങളും അതിൽ നടത്തുന്നു, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ എല്ലാം അതിനകത്ത് കൊണ്ടുവരുന്നു, പാരമ്പര്യമായി കുടുംബസ്വത്തായി കൈമാറുന്നു. ഇതിന് ഗവൺമെൻറ്റാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി MSW എടുത്ത ഒരാളാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയും, മനസ്സിലാവും പറഞ്ഞാൽ കാര്യങ്ങൾ. ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു നിയമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി.
ഓക്കെ, ഇത് സമയം ഞാൻ ചുരുക്കി 3 മിനിറ്റ് എന്ന് കരുതി 15 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലെങ്കിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ പറഞ്ഞതിനെ കൊണ്ടുപോകാനുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ബൈ.